ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തു പറ്റി കഥ? ഞങ്ങൾ ഒരുമിച്ച് പുറപ്പെട്ട് കുറെ സമയം വരെ എന്നെ ഇംപ്രസ് ചെയ്യാവുന്ന ഒരു കാര്യവും നവീൻ ചെയ്തില്ല. പക്ഷേ ഇടയിൽ എപ്പോഴോ എനിക്ക് അയാളെ മനസ്സിലാവാൻ തുടങ്ങി. ഹിസ് ജെന്യുൻ, സത്യസന്ധനാണ്, വെരി സ്മാർട്ടാണ്, അതിലുപരി കെയറും. മമ്മി, എനിക്ക് നവീനിൽ തോന്നിയ പ്രത്യേകത എന്താണെന്നറിയോ? നവീൻ ഒരു കാര്യവും ബോധപൂർവം ചെയ്തിട്ടില്ല. അയാൾ നടക്കുന്ന വഴിയിലൂടെ എന്നെയും കൂടെ നടത്തി. അയാൾ പോകുന്നിടങ്ങൾ എനിക്കും കാണിച്ചു തന്നു. ആൻഡ് ഇറ്റ്സ് ഫുൾ ഓഫ് ലൈഫ്. സോ മമ്മിയുടെ മോള് തീരുമാനമെടുത്തു. ഗാഥ ശ്രീനിവാസൻ ഒരു വരനുണ്ടെങ്കിൽ അത് നവീൻ വർമ്മ മാത്രമായിരിക്കും. 24 മണിക്കൂർ കൊണ്ട് ഒരാളെ വിലയിരുത്തുക എന്നൊക്കെ പറയുന്നത്, ഒരു പെണ്ണ് കാണലിനിടയിൽ വീണ് കിട്ടുന്ന 1-2 മിനിറ്റ് കൊണ്ട് ഒരു പുരുഷനെ ഒരു സ്ത്രീ മനസ്സിലാക്കുന്നു, വിവാഹം കഴിക്കുന്നു. അതല്ലേ നമ്മുടെ നാട്ടിലെ സിസ്റ്റം. അത് വെച്ച് നോക്കുമ്പോ 24 മണിക്കൂർ തിങ്ക് എത്രയോ വലുതാ. യു ഡോണ്ട് വറി മമ്മി, യു ഹാവ് മെയ്ഡ് എ ഗുഡ് സെലക്ഷൻ. എനിക്ക് വേണ്ടി മമ്മി കണ്ടെത്തിയതൊക്കെ നമ്പർ 1 ആണ്. ഇപ്പോ നവീനും. താങ്ക് യു മമ്മി. അധികകാലം ജീവിക്കില്ല. മാഡം, പറയാതെ എങ്ങനെയാ? ഇപ്പൊ അവളുടെ സന്തോഷം തല്ലിക്കെടുത്താൻ എനിക്ക് തോന്നില്ല. നവീൻ, എവിടെയായിരുന്നു മോനെ? ഇന്നലെ രാത്രിയിൽ മുഴുവനും ഞങ്ങൾ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ നിനക്ക്? അമ്മ വല്ലാണ്ട് പേടിച്ചല്ലേ? വാ പറയട്ടെ. എവിടെയായിരുന്നു നീ? നമ്മുടെ കാടിനകത്തെ ഒരു റിസോർട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവിടെ വരെ ഒന്ന് പോയി. അതിനകത്ത് റേഞ്ചും ഇല്ല. തിരിച്ചിറങ്ങാൻ നോക്കുമ്പോഴേക്കും മൂടൽമഞ്ഞ് വീണൊന്നും കാണാനും പറ്റിയില്ല. പിന്നെ റിസ്ക് എടുത്ത് എന്തെങ്കിലും പറ്റിയാലേ അമ്മ എന്താ ചോദിക്കുക? അങ്ങനെ വഴി മൂടിയെങ്കിൽ നിനക്ക് അവിടെ തന്നെ നിൽക്കായിരുന്നില്ലേന്നല്ലേ? ആ ചോദ്യം ശരിക്കറിയാവുന്നോണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. കൃത്യമായിട്ടൊരു ഉത്തരം കരുതിയിട്ടേ നീ വരൂന്ന് എനിക്കറിയായിരുന്നു. എന്നാലും കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? പെട്ടുപോയത് ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഗാഥയുണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഗാഥ നിന്റെ കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതിനെന്താ? കാടിനകത്ത് പെട്ടുപോയപ്പോ ഞങ്ങൾ കുറെ ദൂരം നടന്നു. ഭാഗ്യത്തിന് അവിടെ ഒരു ചെറിയ വീട് കണ്ടായിരുന്നു. അവര് കിടക്കാനൊരിടവും ഭക്ഷണമൊക്കെ തന്നു. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ആരെങ്കിലും കൂടെ കൊണ്ടുപോയിക്കൂടെ? അതെങ്ങനെയാ? എല്ലാം തനിച്ച് ചെയ്യണ്ടേ? നോക്ക്, ഇനി ഇങ്ങനത്തെ കറക്കമൊന്നും വേണ്ട, പ്രത്യേകിച്ച് ഗാഥയും വിളിച്ചോണ്ട്. അല്ല, ആചാരപ്രകാരം വേറെ എന്തൊക്കെ കൂടെ ഉണ്ടല്ലോ. കല്യാണം കഴിയുന്നവരെ ചെക്കനും പെണ്ണും തമ്മിൽ കണ്ടുകൂടാ. പിന്നെ പയ്യൻ പെണ്ണിന്റെ വീട്ടിൽ പൊയ്ക്കൂടാ. പെണ്ണ് ചെക്കന്റെ വീട്ടിൽ വരാൻ പാടില്ല. അതിന്റെയൊക്കെ ഒരു ലിസ്റ്റ് തന്നെങ്കിലേ വിശദമായിട്ടൊന്ന് പഠിച്ചിട്ട് അതിന്റെ മറുപടി തരായിരുന്നു. വെറുതെ മുത്തശ്ശിയെ ദേഷ്യം പിടിപ്പിക്കേണ്ട നീ. ചെന്ന് കുളിക്കാൻ നോക്ക്, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. എന്താ മുത്തശ്ശി, ഞാൻ ജീവനോടെ വന്നിട്ടും ജീവനില്ലാതെ വന്ന പോലെയാണല്ലോ മുത്തശ്ശിയുടെ റിയാക്ഷൻ. ബി കൂൾ. എന്റെ സുന്ദരി മുത്തശ്ശിയല്ലേ? നീ കേട്ടോ നന്ദ? അറിയാതെയാണെങ്കിലും അവന്റെ നാവിന്ന് വന്നത് മരണത്തെക്കുറിച്ചാ. അമ്മേ, വിലക്കണം. അവരൊന്നിച്ചുള്ള യാത്ര വിലക്കിയേ പറ്റൂ. അത് അപകടമാ. പെട്ടെന്ന് പറയുമ്പോ അവൻ ചിലപ്പോൾ ഉൾക്കൊള്ളില്ല. ഞാൻ പതിയെ പറഞ്ഞ് മനസ്സിലാക്കാം. പേടിയൊഴിഞ്ഞ നേരമില്ല. പ്രാർത്ഥന പോലും മുടങ്ങുന്നു. മരണത്തിന്റെ ശബ്ദം എവിടെയോ കേൾക്കുന്ന പോലെ.
ഇതൊക്കെ മുത്തശ്ശിയുടെ നിർബന്ധമാണ്. സാരമില്ല, മുതിർന്നവരെ അനുസരിക്കുന്നതും ഒരു സുഖമല്ലേ. തൊഴുതോളൂ. നിശ്ചയത്തിന്റെ അന്ന് സർപ്പക്കളം ഉണ്ടായിരുന്നെങ്കിലും എനിക്കത് കാണാൻ പറ്റിയില്ല. അതിനെന്ത്, അടുത്ത തവണ നമുക്ക് ഒന്നിച്ചിരുന്ന് കാണാലോ. ഞാൻ കേട്ടിട്ടുണ്ട് സർപ്പക്കളങ്ങളിൽ സ്ത്രീകൾ നാഗത്തെ പോലെ എഴഞ്ഞാടുമെന്ന്. റിയലി അങ്ങനെ തന്നെയാണോ? ഓൾമോസ്റ്റ് അങ്ങനെ. അത് വേറൊരു ലോകമാണ്. ഒരു കണക്കിന് അതിനകത്ത് ചെന്ന് പെടാതിരിക്കുന്നതാണ് ബുദ്ധി. എനിക്കൊരാഗ്രഹമുണ്ട്, ഒരു ദിവസം അക്കൂട്ടത്തിൽ ഒരാളായി ഒരു നാഗകന്യകയെ പോലെ എനിക്കൊന്ന് അണിഞ്ഞൊരുങ്ങണമെന്ന്. ആർ യു ക്രേസി? ജസ്റ്റ് ട്രൈ. ഇനി ഏതെങ്കിലും ഒരു സൗന്ദര്യ മത്സരത്തിന് പോകുമ്പോ ഒരു ചേഞ്ച് ആയിട്ട് പരീക്ഷിക്കുകയും ചെയ്യാം. അമ്മയുടെ ബിസിനസ് ബുദ്ധി കൃത്യമായിട്ട് ഈ തലയിലും പതിഞ്ഞിട്ടുണ്ട്. സമ്മതിച്ചു തന്നിരിക്കുന്നു. ഒന്നുകൂടെ പ്രാർത്ഥിച്ചോ. ഗാഥ, എന്തു പറ്റി ഗാഥ? അയ്യോ, പാമ്പ്! പാമ്പ്! നവീൻ, അയ്യോ. ഗാഥ, ഗാഥ, ഗാഥ. മോളെ! മാഡം, എന്തു പറ്റി? എന്താ പറ്റിയത്? മാഡം, എന്തു പറ്റി മാഡം? സ്വപ്നങ്ങളെ വേട്ടയാടുന്നു സിനി. ആ ശാപവും അതിലെ നാഗങ്ങളും എന്റെ മോളുടെ പിന്നാലെ തന്നെ ഉണ്ട്. അതിന്റെ സൂചനകളാ എനിക്ക് സ്വപ്നങ്ങളിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗാഥൊരിക്കലും കളരിക്കൽ കുടുംബത്തിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച എനിക്കെന്റെ മോളെ നഷ്ടപ്പെടും. ഈ വിവാഹം നടന്നുകൂടാ സിനി. മാഡം പറഞ്ഞ ഗാഥമോള് എന്തെങ്കിലും ഒരു കാര്യം തള്ളിക്കളയോ? അത്രയ്ക്ക് വിശ്വാസ സ്നേഹമല്ലേ അമ്മയെ. സാവകാശം പറഞ്ഞ് മനസ്സിലാക്കി എടുത്താൽ മതി. മാഡത്തിന് അത് പറ്റും. എന്റെ നാവിൽ നിന്ന് വീണ പിഴയാണ് ഈ വിവാഹാലോചന പോലും. അതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുത്തണം, എല്ലാം തിരുത്തണം. ഞാൻ ഇന്നലെ കൂടെ കണ്ടതാന്നേ. അതെ. ഒന്നും പറഞ്ഞില്ല. ഹലോ ചേട്ടന്മാരെ, ഈ സ്ത്രീയെ ഇവിടെ എങ്ങാനും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാരാ? ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നതാ. ഇപ്പോ ഇവിടെയാണെന്നാ കേട്ടെ. നിങ്ങളുടെ നാട്ടിലുള്ള സ്ത്രീ ഞങ്ങൾ എങ്ങനെ അറിയാനോ? ഞങ്ങൾക്ക് അറിയത്തില്ല.